തനിക്ക് കൊച്ചിയിലടക്കം അല്ലെങ്കിൽ കേരളത്തിലടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട്. അതിപ്പോൾ സൈബർ സെല്ലാണെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ പോലീസ് സേനയാണെങ്കിൽ അങ്ങനെ, അതോടൊപ്പം തന്നെ ഗുണ്ടകളുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി വന്നാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് സിന്ധു ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. ഒപ്പം താൻ വിളിച്ചാൽ നിരവധി സിനിമാ താരങ്ങൾ ഈ ഷോയിലേക്കൊക്കെ ദുബായിലേക്ക് പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കൊന്നും തന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന് സൂചിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പാണിത്. ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലാണ് സിന്ധു ഇത്തരത്തിൽ ഈ സെക്സ് റാക്കറ്റ് പ്രവർത്തിപ്പിച്ചിരുന്നത് എന്ന് പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ഒരുപാട് സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടം അവരുടെ കൂടി മൊഴിയെടുക്കുക എന്നുള്ളതാണ്. അതിന് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സിന്ധുവിനെ സിനിമാ താരങ്ങളുമായുള്ള ബന്ധം സാധൂകരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടിയാണിത്. സിന്ധു നിലവിൽ റിമാൻഡിലാണുള്ളത്. സിന്ധുവിനെയും ഈ കേസിൽ പിടിയിലായിട്ടുള്ള ബിലാലിനെയും അലീനെയും മഞ്ജുമയും അടുത്ത ആഴ്ച തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് ഇത് കേവലം ഈ 6 പ്രതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘമാണ് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവില്ല. എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നൊക്കെ ദുബായ് വരെ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്. കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം നടപടിയിലേക്ക് പോകാനാകുകയുള്ളൂ. ഒപ്പം ഇതിന്റെ ഗുണ്ടാബന്ധവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അയാൾ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അയാൾക്ക് നിരവധി തവണ പണം പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് വഴി നമുക്ക് മനസ്സിലാകും ഈ സിന്ധുവിന്റെ ഗുണ്ടാ ബന്ധം എന്താണെന്ന്. അപ്പോൾ അത്തരം സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. സിന്ധുവും ബിലാലും ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിനുകളാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ദുബായിൽ നിന്ന് വന്നൊരു ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയ അന്വേഷണമാണിത്. ആ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ഒരു വലിയ രാജ്യാന്തര മാംസ കച്ചവടം അല്ലെങ്കിൽ സ്ത്രീകളെ വെറും മാംസബിംബങ്ങളായി മാത്രം കണക്കാക്കുന്ന ഒരു കൂട്ടം കൊടും ക്രിമിനലുകളുടെ ഇടയിലേക്കാണ്. എസ് കെ.